നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിട്ടത്തിൻ്റെ അര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ കുംഭക്കൂറുകാരുടെയും പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി, മീനക്കൂറുകാരുടെയും 2024 ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള മേടമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അവിട്ടത്തിൻ്റെ അരയും, ചതയം, പൂരുരുട്ടാതി മുക്കാൽ, കുംഭക്കൂറ്. എല്ലാ കാര്യങ്ങളിലും സഹോദരന്മാരുടെ പിന്തുണയുണ്ടാകും. ജോലിസ്ഥലത്ത് സ്ഥാനക്കയറ്റവും നല്ല രീതിയിലുള്ള സഹായങ്ങൾ അനുകൂലത്തിൽ വരികയും ചെയ്യും. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് പഠനം ലഭിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങളും ദാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ജാമ്യം നിൽക്കാതിരിക്കുന്നത് പ്രത്യേകം നല്ലതാകുന്നു. കച്ചവടങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാവും ഉത്തമം. വ്യാഴം ഇടവൻ രാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ പതിയെ പതിയെ സുഖവും സന്തോഷവും ഉണ്ടാകുകയും ചെയ്യും. സാമ്പത്തിക നില മെച്ചപ്പെടുകയും ഈ വർഷത്തിൻ്റെ അവസാനം തരക്കേടില്ലാത്ത സമ്പാദ്യം നേടുകയും തൊഴിൽ നേടുന്നവർക്ക് ഈ വർഷം നിരാശപ്പെടേണ്ടി വരില്ല. വിദേശത്തു പോകുവാനുള്ളവർക്ക് ആഗ്രഹം സാധിച്ചേക്കാം. പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി, മീനക്കൂറ്. വസ്തുക്കൾ വാങ്ങുന്നതിൽ ചതിയുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ജന്മശനിയുടെ കാലമായതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കരുതൽ വേണം. നവമാധ്യമങ്ങളിൽ സാന്നിധ്യം ശക്തമാകും. രാഷ്ട്രീയ കലാമത്സരങ്ങളിൽ വിജയിക്കും. കുടുംബാംഗങ്ങളുമായി വിനോദയാത്ര നടത്തും. ഭൂമിലാഭം, ഗൃഹനിർമ്മാണാരംഭം, തൊഴിൽ നേടുന്നവർക്ക് സ്ഥിരമായ ആദായമാർഗം തുറക്കപ്പെടും. മിതവ്യയം ശീലമാക്കുന്നത് ഉത്തമം. ജൂണിന് ശേഷം തൊഴിലിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല. പഠനത്തിൽ ശ്രദ്ധക്കുറവുണ്ടായേക്കാം. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ പരിശ്രമിക്കും. നേതൃസിദ്ധി അംഗീകരിക്കപ്പെടും. ബിസിനസ് വിപുലീകരിക്കപ്പെടും. വായ്പകൾ കൈവരിക്കാം. വ്യവഹാരങ്ങളിൽ അനുകൂലമായ തീർപ്പുണ്ടാകും. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ഫലങ്ങൾ തീരെ കുറഞ്ഞു വരും. രോഗങ്ങൾ പിടിപെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു.